പുതുക്കിപ്പണിത പുരാതന അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ വില്ലാളി വീരനായ അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു. ക്ഷേത്രതന്ത്രി ഇടമനയില്ലത്ത ഈശ്വരൻ നമ്പൂതിരി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. 1974 തകർക്കപ്പെട്ട അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം വീണ്ടും ഉയർന്നു കഴിഞ്ഞു. നിലവിലെ ഭരണസമിതി 1 വർഷം കൊണ്ടാണ് വില്ലാളി വീരനായ അയ്യപ്പന്റെയും ഉപദേവതയുടെയും ക്ഷേത്രം നിർമ്മിച്ചത്. ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനവും ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഇപ്പോൾ ഫലം കണ്ടത്. ക്ഷേത്രം പുനർനിർമ്മിച്ച ശേഷം നടന്ന ദേവപ്രശ്നത്തിൽ വില്ലാളി വീരനായ ശ്രീധർമ്മശാസ്താവിന്റെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞിരുന്നു. ഭരണസമിതി അത് ശിരസാ വഹിച്ച് മാന്നാറിൽ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ച് പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് തങ്കയങ്കി ശബരിമലയിൽ എത്തിക്കുന്ന രഥത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചു. തുടർന്ന് ഈ മാസം 2 മുതൽ ക്ഷേത്രം തന്ത്രി ഇടമനയില്ലത്തെ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠയ്ക്കായുള്ള പൂജകൾ ആരംഭിച്ചു. ഇന്ന് 9-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ ഭക്തി ആദരവപൂർവ്വം നടന്നു. വില്ലാളി വീരനായ ധർമ്മശാസ്താവിന്റെയും വനദുർഗ, ഗണപതി, ഭദ്രകാളി, യോഗീശ്വര പ്രതിഷ്ഠ എന്നീ പ്രതിഷ്ഠകളാണ് ഭക്തി ആദരവപൂർവ്വം നടന്നത്. 10,000-കണക്കിന് ഭക്തരെ സാക്ഷി നിർത്തിയാണ് പ്രതിഷ്ഠകൾ നടന്നത്. ജനബാഹുല്യം കാരണം ക്ഷേത്രം ഭാരവാഹികൾ ഏറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഭക്തരെ നിയന്ത്രിച്ചത്. വർഷങ്ങളായുള്ള ഭക്തരുടെ ചിരകാല സ്വപ്നമാണ് അയ്യപ്പൻ കോവിലിൽ പൂവണിഞ്ഞിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ.